മക്കളെ, സ്നേഹാമസാണ്. ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പം നമ്മുടെ ഹിന്ദിയുടെ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ആള് കുറച്ച് ഭീകരനായിട്ടൊക്കെ ചില ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും അല്ലേ. പേടിക്കൊന്നും വേണ്ട, നമുക്ക് സെറ്റാക്കാം. ഹിന്ദി നിങ്ങൾ മാറ്റി വെക്കരുത് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയല്ല, 10ാം ക്ലാസ്സുകാർക്ക് മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം ഒരു ഇതാണ് എന്ത്, ഈ ഹിന്ദി എന്ന് പറയുന്ന വിഷയം അപ്പോഴത്തേക്ക് പഠിക്കാം, എക്സാം ആകുമ്പോഴത്തേക്കും പഠിക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റി വെക്കും. അപ്പം അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ പുതിയ സിലബസാണ്, മാറി വന്ന സിലബസ് അത്യാവശ്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ആദ്യം തൊട്ടേ നമ്മുടെ ഹിന്ദി പഠിച്ചു പോരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല മാർക്ക്, അതായത് A+ എന്ന് പറയുന്ന മാർക്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ടെൻഷനൊന്നും വേണ്ട, നമുക്ക് നന്നായിട്ട് സെറ്റാക്കി പോവാം അല്ലേ. നമ്മുടെ വിഷയം ഇതൊന്നും അല്ലായിരുന്നു. നമ്മളുടെ വിഷയം ആദ്യത്തെ നമ്മുടെ ചാപ്റ്റർ ആണ് അല്ലേ. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ട്രാവലിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു, യാത്രകളെ കുറിച്ചിട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു അല്ലേ. നല്ലൊരു എല്ലാ കഥകളും, നമുക്ക് ഇപ്രാവശ്യമുള്ള എല്ലാ സിലബസിലെ എല്ലാ കഥകളും കവിതകളും ഒക്കെ വളരെ ഉള്ളുള്ള കഥകളും കവിതകളുമാണ്. അപ്പം അതേപോലെ ഉള്ളുള്ള ഒരു കഥയായിരുന്നു നമുക്ക് ആദ്യം പഠിക്കാനുണ്ടായിരുന്നത്, യാത്ര അല്ലേ. യാത്ര എന്ന് പറയുമ്പോൾ വെറുതെ ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഷോ കളിക്കുന്നതാണോ യാത്ര എന്ന് പറയുന്നത്? അല്ല. അതിൽ നിന്ന് നമുക്ക് എന്താണ്, ഒരുപാട് അനുഭവങ്ങൾ വേണം, ഒരുപാട് നല്ല ഓർമ്മകൾ, ചില ആൾക്കാർക്കെങ്കിലും ഒരു കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന സങ്കടമുള്ള ഓർമ്മകൾ, അതൊക്കെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു യാത്രയാണ് നമ്മുടെ ഇതിൽ പറയുന്നത് അല്ലേ. ഓക്കെ, ഇത് ഏത് തരം യാത്രയായിരുന്നു? ഒരു ട്രെയിൻ യാത്രയായിരുന്നു അല്ലേ. അപ്പോൾ ട്രെയിൻ യാത്ര അറിയുമ്പോൾ മക്കൾക്ക് പല പല ഓർമ്മകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് ഒരുപാട് വേറെ ഓർമ്മകൾ, പിന്നെ പാവ് ബജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ചായ ചേട്ടന്മാരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെന്താണ്, ചില ജനറൽ കോച്ചത്തെ തിരക്കുകൾ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ അല്ലേ. ഇങ്ങനത്തെ കുറച്ച് ഓർമ്മകൾ ഉൾക്കൊണ്ടിട്ടുള്ള നമ്മുടെ ആദ്യത്തെ പാഠമായിരുന്നു എന്തെന്ന് പറയുന്നത്, ഖിഡ്കി എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഖിഡ്കി എന്ന് പറയുന്നത്? ഖിഡ്കി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ജനലാണ് അല്ലേ, വിൻഡോയ്ക്കാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ലഘു കഥയായിരുന്നു ഇത്. ലഘു കഥ എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ആരെ എഴുതിയിട്ടുണ്ടായിരുന്നത്? അഞ്ജു ഖർബന്ദ. ഓക്കെ, എന്താണ് അഞ്ജു ഖർബന്ദ. ഇത് എന്തായാലും പഠിക്കണം, ആരാണ് എഴുതിയത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ കഥ അല്ലേ, ഖിഡ്കി. ഓക്കെ, ആ കഥയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാവേ, നിങ്ങൾ വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ പക്ഷേ എന്തായാലും നമുക്ക് എന്താ ചെയ്യാം, ഒന്ന് ഓർമ്മപ്പെടുത്താം. ഒരു ഫാമിലി, അതായത് ഒരച്ഛൻ, ഒരമ്മ, പിന്നെ 2 കുട്ടികൾ അടങ്ങുന്ന ഒരു ഫാമിലി എങ്ങോട്ട് പോവുകയാണ്? ഹോഷിയാർപൂരിലേക്ക് യാത്ര പോവുകയാണ്. അവിടുന്ന് ഏതോ ഒരു കല്യാണത്തിൻ്റെ വിളി വന്നിട്ടുണ്ട്, ക്ഷണം വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ പോകുന്നത് അല്ലേ. AC കോച്ചിൽ പോവാതെ ജനറൽ കോച്ച് ബുക്ക് ചെയ്യുകയാണ്. ജനറൽ കോച്ചിലെ ആ അനുഭവങ്ങളൊക്കെ ഒന്ന് എന്താണ് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് അല്ലേ. ഓക്കെ, അങ്ങനെ ജനറൽ കോച്ചിൽ പോകുന്ന സമയത്ത് അവരൊരാളെ കണ്ടുമുട്ടുകയാണ്. അവിടെ നമ്മൾ പല ആളുകളെയും കാണും. അതിൽ ഒരു എന്താണ്, നമ്മൾ അതിൽ കറക്റ്റ് പറയുന്നുണ്ട്, കൺമഷിയൊക്കെ എഴുതിയിട്ടുള്ള ഒരു സാവ്ലി സലോനി ആയിട്ടുള്ള ഒരു യുവതിയെയാണ് അവർ കണ്ടുമുട്ടുന്നത് അല്ലേ. ഈ യുവതി എന്തിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ജമ്മുത്തെ ഷോള് വിൽക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ. ചേച്ചി ഷോള് മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാര്യനെ എന്താണ് നന്നായിട്ട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ നിർബന്ധത്തിൽ നമ്മുടെ ഭാര്യ എന്ത് ചെയ്തു? വീഴും ചെയ്തു അല്ലേ. എന്നാൽ എന്താണ്, പക്ഷേ നമ്മുടെ ഭാര്യ വേറെ ലെവൽ ആളാണ്. അവൾ എന്ത് ചെയ്തു? നമ്മുടെ 250 രൂപേൻ്റെ ജമ്മുത്തെ ഷോള് 150 രൂപയ്ക്ക് മേടിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഭർത്താവ് അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അല്ലേ. അവനെന്താണ്, ഈ യുവതീനെ കണ്ടപ്പോൾ ശരിക്കും പാവം തോന്നുകയാണ് ചെയ്തത്. അവൻ്റെ അച്ഛനും എന്തായിരുന്നു, ഇതേപോലെ ട്രെയിനിലൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിറ്റ് നടക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഈ ഒരു യുവതിയെ കണ്ടപ്പോൾ എന്താണ്, അവൻ്റെ അച്ഛനെയാണ് ഓർമ്മ വന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഈ ഒരു നമ്മുടെ ഭർത്താവ് എന്ത് ചെയ്യാണ്, ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയിട്ട് പാസ്റ്റിലോട്ട് പുറകോട്ട് വേറൊരു യാത്ര പോവാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കഥയ്ക്ക് എന്ത് പേര് വന്നത്? ഖിഡ്കി എന്ന് പറഞ്ഞ പേര് വന്നത് അല്ലേ. പ്രസൻറ്റിൽ നമ്മളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ജനലിലൂടെ നോക്കി പാസ്റ്റിലേക്ക് വേറൊരു യാത്ര പോയി അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ കഥയുടെ ഒരു ചുരുക്ക രൂപം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കഥയിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഡയറി തന്നെയാണ്. നോക്കിക്കേ, ഡയറി നമുക്കറിയാം, നമ്മുടെ ഹിന്ദിയിൽ എന്താണ്, എല്ലാ കഥാപാത്രങ്ങളും പോയി എഴുതുന്ന ഒരേ ഒരു സംഗതി എന്താണ്? ഡയറിയാണ്. അതിപ്പം ജീവനുള്ള വസ്തുക്കളാണെങ്കിലും ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യും? ഡയറി എഴുതും അല്ലേ. അപ്പം ആ ഡയറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളാം, എന്തായാലും എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഫോർമാറ്റ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം, അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ കേട്ടോ. അപ്പം ഇത് ആരുടെയൊക്കെ ഡയറി വരും? നമ്മളിവിടെ പറയുന്നത് നമ്മുടെ
പതിയുടെ ഡയറിയാണ്, അതായത് ഭർത്താവിന്റെ ഡയറിയാണ് പറയുന്നത്. ആരുടെ വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്താണ്, കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയായിരിക്കും. എന്താണ്, യാത്ര പോയ കാര്യം, ഈ യുവതീനെ കണ്ട കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പറയുന്നുണ്ടാവും അല്ലേ. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. നമ്മുടെ എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിച്ചു വെച്ചോളാം. നോക്കാം, ശ്രദ്ധിച്ചേ. रेलगाड़ी के अनुभव ने पति को अपने पिता की याद दिलाई. रेलगाड़ी के अनुभव, അതായത് നമ്മുടെ ട്രെയിനിൽ വെച്ചിട്ടുണ്ടായ അനുഭവം, ആ യുവതീനെ കണ്ട അനുഭവം ഒക്കെ ഉണ്ടല്ലോ, ആ അനുഭവം പതിക്കോ, പതി എന്ന് വെച്ചാൽ എന്താണ്, ഭർത്താവ്, അതായത് നമ്മുടെ ഭർത്താവ്, ഇത് പറയുന്ന ആളല്ലേ, നമ്മുടെ കഥ പറയുന്ന ആളാണ് ഭർത്താവ് അല്ലെ. പതിക്കോ അപ്പനെ പിതാക്കി യാദ് ദിലായി, തൻ്റെ അച്ഛൻ്റെ, പതിയും പിതയും മാറിപ്പോവരുതേ, ഭർത്താവിന് അച്ഛൻ്റെ ഓർമ്മ വന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഉസ്കി ഡയറി ലിഖേ, അവൻ്റെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതാൻ പോവാണ്. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. പഠിക്കുന്ന സമയത്ത് മക്കൾ പോയിന്റ്സ് ആയിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. ഫോർമാറ്റ് ആലോചിച്ച് വെക്കുക. എന്നിട്ട് ഇതിൽ ഓരോ പോയിന്റുകളും ഇല്ലേ, അത് ഓരോ പോയിന്റുകളാക്കിയിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹിന്ദി നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലും മതി, ഈ കഥയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലും മതി. ഇനി അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ. ഇനി നോക്കാം, ആദ്യം ഒരു ഡയറി എഴുതുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊക്കെ അറിയാം. എന്താണ്, ഡേറ്റ് എന്തായാലും എഴുതണം, ഈ ദിവസമാണ് ഇതൊക്കെ നടന്നത് എന്നുള്ള കാര്യം എഴുതണം അല്ലേ. പിന്നെന്താണ്, ഡേ എഴുതണം. സോമവാർ, രവിവാർ, ശുക്രവാർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, ടൈം പലരും എഴുതാറില്ല. എഴുതുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എഴുതുന്നത് എന്താണ്, നല്ലതാണ്. അപ്പം എന്ത് ചെയ്യുക, ഒരു ടൈം എഴുതി വെക്കുക. രാത്രി 9 മണിക്കായിക്കോട്ടെ എഴുതുന്നത്, എന്താണ് 9 ബജെ, വേണമെങ്കിൽ എന്താണ് രാത്രിയാണ്, രാത്ത് എന്നും എഴുതി വെക്കാം. ഓക്കെ, ഈ ഒരു 3 ആൾക്കാർ അല്ലെങ്കിൽ ഈ 2 ആൾക്കാർ ഡേറ്റും ഡേയും നിർബന്ധമായിട്ടും ഈ സൈഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാ കഥാപാത്രങ്ങളും ഡയറി തുടങ്ങുന്നത് അല്ലേ. അതേപോലെ നമ്മൾ തുടങ്ങുകയാണ്. ആജ് കാ ദിൻ മേ, ഞാൻ कैसे ഭൂലും, എങ്ങനെ മറക്കും. ഈ ഭൂലുവിൻ്റെ സ്പെല്ലിംഗ് ഒന്നും മക്കൾ തെറ്റിക്കരുതേ. ഓക്കെ, എന്താണ് എങ്ങനെ മറക്കും എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ 2-3 കുത്തോ അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് വെക്കുക. മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അന്ന് നടന്നത്, മറക്കാൻ പറ്റില്ല എന്നുള്ള പോലെ എഴുതണം അല്ലേ. അതെന്ത് ചെറിയ കാര്യമാണെങ്കിലും അല്ലേ. അപ്പം നോക്കിക്കേ, ആജ് ഫിർസേ, നമ്മൾ കുറച്ച് സാഹിത്യപരമായിട്ടാണ് എഴുതുന്നത്. അച്ഛൻ്റെ ഓർമ്മകൾ വെച്ചിട്ടാണ് എന്ത് എഴുതേണ്ടത്, ഡയറി എഴുതേണ്ടത്. നമ്മൾ പറയുകയാണ് എന്ത്, ആജ് ഇന്ന്, ഫിർസേ, ഫിർസേ വീണ്ടും എന്നുള്ള അർത്ഥമാണ് അല്ലേ. വീണ്ടും പാപ്പാക്കി യാദ് ആ ഗയി. മക്കൾ നന്നായിട്ട് മലയാളം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണ്, ഹിന്ദി മനസ്സിലാവാത്ത കുറച്ച് ബുദ്ധിമുട്ടുള്ള മക്കൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ മലയാളം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കിക്കേ, ആജ് ഫിർസേ, ഇന്ന് വീണ്ടും പാപ്പാക്കി യാദ് ആ ഗയി, അച്ഛൻ്റെ യാദ് വന്നു, ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. പാപ്പാക്കി യാദോനെ, അച്ഛൻ്റെ ഓർമ്മകൾ, യാദോനെ ഓർമ്മകൾ, യാത്രക്കോ സാർത്ഥക് ബനാദിയ, ഈ യാത്രയെ എന്താക്കി മാറ്റി, മീനിങ് ഫുള്ളാക്കി മാറ്റി. സാഹിത്യപരമായിട്ട് പറഞ്ഞതാ, എൻ്റെ ഈ മൊത്തം യാത്രയെ മീനിങ് ഫുള്ളാക്കി മാറ്റിയത് എന്താണ്, ഈ അച്ഛൻ്റെ ഓർമ്മകളാണ് എന്ന് പറഞ്ഞിട്ട് അവൻ തുടങ്ങുകയാണ് അല്ലേ. നോക്കിക്കേ, സാർത്ഥക്, സാർത്ഥക് എന്ന് വെച്ചാൽ എന്താണ്, മീനിങ് ഫുള്ളാക്കി മാറ്റി എന്നുള്ള അർത്ഥമാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നു, നമ്മുടെ കഥ മൊത്തം എഴുതി വെക്കുന്നു. കഥയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം അന്നത്തെ ഡയറിയിൽ അല്ലേ. നോക്കാം, ഹോഷിയാർപൂർസേ, ഹോഷിയാർപൂരിൽ നിന്നും സ്ഥലം മാറിപ്പോകരുതേ, ഹോഷിയാർപൂറാണ്, അങ്ങ് മനസ്സിലാക്കി പഠിച്ചു വെച്ചോളൂ. അത് ഹോഷിയാർപൂരിൽ നിന്നും ഷാദി കാ ബുലാവ ആയാത്ത, ഷാദിയുടെ കല്യാണത്തിൻ്റെ ബുലാവ ആയാത്ത, ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അല്ലേ. ട്രെയിൻ മേ ജാന തൈക്കിയ, ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് തൈക്കിയ, തീരുമാനം എടുത്തു അല്ലെങ്കിൽ നിർണ്ണയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്നും എഴുതി വെക്കണ്ട, എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേർഡ് സിമ്പിൾ ആക്കിയിട്ടൊക്കെ എഴുതാം. ഓക്കെ, എന്താണ്, ട്രെയിൻ മേ ജാന, ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, തൈക്കിയ, തീരുമാനം എടുക്കുകയാണ്. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. ഇസ്ലിയെ, അതുകൊണ്ട്, കൈ സാലോം ബാദ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഹം ജനറൽ കോച്ച് മേ സഫർ കിയ, ഹം ഞങ്ങൾ, അതായത് ഭാര്യയും എൻ്റെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ, പതിയാണല്ലോ ഡയറി ചെയ്തത്. അപ്പം അവൻ പറയാണ് എന്താണ്, ഹം ഞങ്ങൾ, ജനറൽ കോച്ച് മേ, ജനറൽ കോച്ചിൽ, സഫർ കിയ, സഫർ എന്ന് വെച്ചാൽ എന്താ നമുക്കൊക്കെ അറിയാം അല്ലേ, നമ്മുടെ യൂണിറ്റിൻ്റെ പേര് തന്നെ അതായിരുന്നു, സഫറും കി ജുഗൽബന്ദി എന്നാണ് അല്ലേ. അപ്പം സഫർ എന്ന് വെച്ചാൽ എന്താണ്, യാത്രയാണ് അല്ലേ. അപ്പം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യാണ്, ജനറൽ കോച്ചിൽ യാത്രാക്കി അല്ലേ. അല്ലെങ്കിൽ സഫർ കിട്ടിയില്ലെങ്കിൽ മക്കൾ
യാത്ര കിയ എന്ന് എഴുതിയാലും മതി. ഓക്കെ അല്ലേ? സഫർ കിയ, യാത്ര കി ദൗരാൻ, അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഖജറാരി ആങ്കോം വാലി, സാവ്ലി സലോനി ഖജറാരി ആങ്കോം വാലി യുവതീനെ കണ്ട കാര്യം എഴുതണ്ട കേട്ടോ. അപ്പം അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. സാവ്ലി സലോനി ഖജറാരി ആങ്കോം വാലി എന്നുള്ള ആ വാക്ക് കേട്ടോ. നോക്കിക്കേ, യാത്ര കെ ദൗരാൻ, ദൗരാൻ എന്ന് വെച്ചാൽ എന്താണ്? യാത്രയുടെ ഇടയിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ദൗരാൻ എന്നുള്ള അർത്ഥം കേട്ടോ. ഏക് ഖജറാരി ആങ്കോം വാലി യുവതി ഷോൾ ബേച്ച്നെ കെ ലിയെ ആയി, ഒരു ഖജറാരി കണ്ണൊക്കെ എഴുതിയിട്ടുള്ള ഒരു യുവതി, ആ യുവതിനെ നമ്മൾ പറയാണ് അല്ലേ, യുവതി ഷാൾ ബേച്ച്നെ കെ ലിയെ. ഷാൾ എന്ന് എഴുതുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കണം അവിടെ. നോക്കിക്കേ, ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, എന്താണ്? ഷാ എഴുതിയിട്ട്, ഷാ എഴുതി കഴിഞ്ഞാൽ മുകളിലൊരു എന്താണ് ചന്ദ്രക്കല പോലെ എഴുതാം. അത് ഇംഗ്ലീഷ് വാക്കായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത് കേട്ടോ. ഷാൾ എന്നുള്ള സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഷാൾ വിൽക്കാൻ വേണ്ടിയിട്ട് ആര് വരികയാണ്? ഒരു യുവതി വന്നു എന്ന് പറയാണ് അല്ലേ. അവൾ എന്താണ്? ഖജറാരി ആങ്കോം വാലി യുവതി ഷാൾ ബേച്ച്നെ കെ ലിയെ ആയി, വിൽക്കാൻ വേണ്ടി വന്നു എന്ന് നമ്മൾ എഴുതി വെച്ചു. അതുകൊണ്ട് നോക്കിക്കേ, ഉസ്കി ആങ്കോം കെ നമി. അപ്പം നമ്മുടെ കഥയിൽ പറയുന്നുണ്ടായിരുന്നു എന്താണ്? എൻ്റെ അച്ഛൻ്റെ കണ്ണുകളിൽ കണ്ടിരുന്ന ആ ഒരു ആർദ്രത അല്ലെങ്കിൽ ആ ഒരു കണ്ണുനീരിൻ്റെ ആ ഒരു അംശം എന്താണ്, ഞാൻ ആ യുവതിയുടെ കണ്ണിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു വലിയൊരു സെന്റൻസ് ഉണ്ടായിരുന്നു അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യാണ്? ചുരുക്കി എഴുതുകയാണേ. നോക്കിക്കേ, ശ്രദ്ധിച്ചോളെ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. നോക്കാം. ഉസ്കി ആങ്കോം കെ നമി, അവളുടെ അതായത് ആ യുവതിയുടെ ആങ്കോം കെ കണ്ണുകളിലെ നമി, ആ ഈർപ്പം, ആ കണ്ണുനീരിന്റെ ആ ഒരു അംശം അല്ലെ, ആ ഈർപ്പം കുച്ച് ജാനി പെഹചാനി സി ലഗി. ജാനി പെഹചാനി സി എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് കണ്ടു പരിചയമുള്ളത് പോലെ, എനിക്ക് കണ്ടറിയുന്നത് പോലെ, അതായത് ഞാൻ പണ്ട് എവിടെയോ കണ്ടു മറന്ന ഒരു ജാനി പെഹചാനി സി എന്ന് വെച്ചാൽ കേട്ടോ. ആ വാക്ക് പഠിക്കുന്നത് നല്ലതാണ്. ജാനി പെഹചാനി സി ലഗി, അതായത് ആ ഒരു കണ്ണീര് കണ്ടപ്പോൾ എനിക്കുണ്ടല്ലോ എവിടെയോ കണ്ടു പരിചയമുള്ളത് പോലെ, കണ്ടു മറന്നതുപോലെ ഒരു തോന്നൽ എനിക്ക് തോന്നി. ലഗി എന്ന് വെച്ചാൽ എന്താണ്? തോന്നി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, പിതാജി ബി ഇസ് തറ റെയിൽ ഗാഡി മേ സാമാൻ ബേച്ചാ കർക്കെ തേ. ഓക്കെ, അപ്പൊ നമ്മൾ അച്ഛനെ കുറിച്ച് പറയണം അല്ലേ. അവളുടെ കണ്ണുനീര് കണ്ടല്ലോ, ആ കണ്ണുനീര് ഞാൻ എന്താണ് അച്ഛൻ്റെ കണ്ണിലും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറഞ്ഞു? നോക്കിക്കേ, പിതാജി ബി, അച്ഛനും ഇസ് തറ ഇതേപോലെ, അതായത് ആ യുവതിയെ പോലെ, നമ്മുടെ ഖജറാരി ആങ്കോം വാലി യുവതിയെ പോലെ, റെയിൽ ഗാഡി മീ, റെയിൽ ഗാഡി എന്ന് വെച്ചാൽ ട്രെയിനാണ്. നമുക്കൊക്കെ റെയിൽ ഗാഡി കിട്ടിയില്ലെങ്കിൽ ട്രെയിനിന് എഴുതിയാലും മതി, കുഴപ്പമില്ല. ട്രെയിനിൽ അല്ലെങ്കിൽ റെയിൽ ഗാഡിയിൽ സാമാൻ ബേച്ചാ കർത്തേ തേ. സാമാൻ എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങൾ. എന്ത് സാധനം എന്നൊന്നും പറയുന്നില്ല, സാധനങ്ങൾ. ബേച്ചാ കർത്തേ തേ എന്ന് വെച്ചാൽ എന്താണ്? വിൽക്കുന്ന ആളായിരുന്നു, വിൽക്കുന്ന ഒരു ആളായിരുന്നു എന്നുള്ള പോലെ പറയാണ്. ഹമാരെ ലിയെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ദിൻ രാത് മെഹനത്ത് കർത്തേ തേ. ദിൻ രാത്, രാവും പകലും ഇല്ലാണ്ട് എന്താണ് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എന്നുള്ള പോലെ നമ്മൾ എഴുതാണ്. ലേക്കിൻ മേരി പത്നി. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. യുവതീനെ കണ്ടത് പറഞ്ഞു, പിന്നെന്താണ് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലാസ്റ്റ് മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താണ് യുവതീൻ്റെ അടുത്ത് നിന്ന് 250 രൂപേൻ്റെ സാധനം വില പേശി നമ്മുടെ ഭാര്യ എത്രയ്ക്ക് മേടിച്ചു? 150 രൂപയ്ക്ക്. അത് നമ്മൾ ഏകദേശം നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് അല്ലേ. 100 രൂപേൻ്റെ സാധനം 80 രൂപയ്ക്ക് മേടിക്കുന്നത് മാതിരി അവൾ 250ൻ്റെ 150 രൂപയ്ക്ക് മേടിച്ച ആ കഥയും കൂടി നമ്മുടെ ഡയറിയിൽ ഉൾപ്പെടുത്തണം അല്ലേ. നോക്കിക്കേ, നമ്മളെന്താ പറയുന്നത്? ലേക്കിൻ, പക്ഷേ, മേരി പത്നി, എൻ്റെ ഭാര്യ എന്ത് ചെയ്തു? ഉസ് യുവതി സെ മോൽ ഭാവ് കർ. നമ്മളതിൽ തോൽമോൽ കർക്കെ എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. മക്കൾക്ക് അത് പഠിക്കണമെങ്കിൽ അത് പഠിക്കാം, അല്ലെങ്കിൽ മോൽ ഭാവ് എന്ന് പഠിക്കാം. മോൽ ഭാവിൻ്റെ അർത്ഥം എന്താണ്? വിലപേശൽ എന്ന് തന്നെയാണ് കേട്ടോ. വിലപേശൽ എന്നുള്ള അർത്ഥം തന്നെയാണ്. വില പേശിയിട്ട് എന്ത് ചെയ്തു? മോൽ ഭാവ് കർ 250 രൂപയ്ക്ക് ഷാൾ. 250 എന്ന് വെച്ചാൽ എത്രയായിരുന്നു? 250. മക്കൾക്ക് ഇനി 250 എന്ന് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 250 എന്ന് എഴുതിയാൽ മതി, നോ പ്രോബ്ലം. അപ്പം എന്താണ്? 250 രൂപയുടെ 250 രൂപയുടെ ഷാള് എന്ത് ചെയ്തു? ഷാൾ 150 രൂപയെ ഖരീദിലി. 150 എന്ന് വെച്ചാൽ എന്താണ്? 150 രൂപയ്ക്ക് ഖരീദിലി മേടിച്ചു എന്നുള്ള കാര്യം കൂടി നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഡയറി. നോക്കിക്കേ, ഉസ് യുവതി കാ ദർദ്, ആ യുവതിയുടെ ആ ദർദ്, വേദന. ദർദ് എന്ന് വെച്ചാൽ വേദന. മുझे समझ पा रहा था, എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടത് എനിക്ക് അറിയാം, അപ്പം യുവതിയുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ലേക്കിൻ കുച്ച് കർ നഹി പായ, പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്തെങ്കിലും അവൻ അവിടെ ചെയ്യാൻ പറ്റുമോ?
കുറച്ച് പൈസ അധികം കൊടുക്കാൻ പറ്റിയോ? ഇല്ല. അധികം കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ എന്ത് ചെയ്യും? കണ്ണുരുട്ടി പേടിപ്പിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അപ്പോൾ നോക്കിക്കേ, ലേക്കിൻ കുച്ച് കർ നഹീ പായ, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അല്ലേ? ആജ് കാ ദിൻ മേരെ ലിയേ, ഇന്നത്തെ ദിവസം എനിക്ക് ഏക് അവിസ്മരണീയ ദിൻ താ, ഒരു അവിസ്മരണീയമായ അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ദിവസമായിരുന്നു. അതെല്ലാവരുടെ ഡയറിയിലും ഇതേ ഈ രണ്ടാൾക്കാരെന്താണ് ഒരേപോലെ ആയിരിക്കും വരും കേട്ടോ. അതൊക്കെ എല്ലാവരുടെ ഡയറിയിലും ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എഴുതുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഡയറി എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് പോയിൻ്റായിട്ട് മക്കൾ പഠിക്കണം. എന്തായാലും വരും, ഒന്നില്ലെങ്കിൽ ലെറ്റർ വരും, അല്ലെങ്കിൽ ഡയറി വരും. ഡയറി തന്നെ ചിലപ്പം ഭാര്യയുടെ വരികയാണെങ്കിൽ മക്കൾ എങ്ങനെ മാറ്റി എഴുതിയാൽ മതി നോക്കിക്കേ. ഹോഷിയാർപൂരിൽ നിന്ന് ഷാദിയുടെ ബുലാവ് വന്നത് എഴുതാം, പിന്നെ കച്ചറാരി ആക്കുംവാലി യുവതീനെ കണ്ടത് എഴുതാം, പിന്നെ തോൽമോൽ കറിലെ നമ്മുടെ തോൽമോൽ കറിനെ വെച്ചെന്നാണ് വില പേശിയിട്ട്, അല്ലെങ്കിൽ മോൽഭാവ് അല്ലെ, മോൽഭാവ് കറിക്കെ എന്നുള്ള കാര്യം എഴുതി വെക്കാം. ഇതൊക്കെ ഏകദേശം സെയിം ടു സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇത് എന്തായാലും മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇതേപോലുള്ള കുഞ്ഞി കാര്യമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ബൈ ബൈ.